വയനാട് മാനന്തവാടിയിൽ നഗരത്തിലിറക്കിയ കാട്ടാനയെ ഉടൻ മയക്കുവെടിവെക്കും. ദൗത്യസംഘം ആനയ്ക്കരികെയുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുങ്കിയാനകളും തയ്യാറായിട്ടുണ്ട്. എല്ലാവിധ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായിട്ടുണ്ട്. 10 മണിക്കൂറോളമായി കാട്ടാന മാനന്തവാടിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വനം വകുപ്പ് മയക്കുവെടി വെക്കാൻ വേണ്ട വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ഏത് നിമിഷവും ആനയെ മയക്കുവെടി വെക്കുമെന്നുള്ള വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നത്. ജോഷിലുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ജോഷിൽ അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? കീർത്തി, അല്പസമയത്തിനകം ആനയ്ക്ക് മയക്കുവെടി വെക്കും. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഉദ്യോഗസ്ഥർ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആനയുടെ സമീപത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറ്റിനറി സർജൻ അജീഷിന്റെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘമാണ്, 100ഓളം വരുന്ന ദൗത്യ സംഘമാണ് ഇതിന് റെഡിയായിട്ടുള്ളത്. അല്പസമയത്തിനകം മയക്കുവെടി വെക്കും. 1 കിലോമീറ്റർ ദൂരം മയക്കുവെടി വെച്ചാൽ ഇത് ഓടും എന്നാണ് പറയുന്നത്. അതിനുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോലീസുകാരും സമീപ സ്ഥലത്തു നിന്നും ആളുകളെ നീക്കിയിട്ടുണ്ട്. അല്പം മുൻപ് സേനയെ സുസജ്ജമാക്കിയിട്ടുണ്ട്. അവിടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം എന്ന് പറയാം മയക്കുവെടി വെക്കാനുള്ള സാധ്യതയുണ്ട്. അവർ ആനയുടെ സമീപത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കീർത്തി, ജോഷിൽ, അവിടുത്തെ ഒരു സാഹചര്യം ഇപ്പോൾ എന്താണ്? ആന ഇപ്പോൾ പ്രദേശത്ത് ഏത് ഭാഗത്തായിട്ടാണുള്ളത്? ആന ആ വാഴത്തോട്ടത്തിൽ തന്നെയാണുള്ളത്. വാഴത്തോട്ടത്തിൽ നിന്നും കയറി നേരത്തെ അത് വന്ന ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പിന്നാലെ തന്നെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുള്ളത്. രാവിലെ ഇടവക പഞ്ചായത്ത് പയോട് വരെ അത് എത്തിയിരുന്നു. അതിനുശേഷം അത് തിരിച്ച് പോയതായിരുന്നു. തിരിച്ചു വന്ന് വാഴത്തോട്ടത്തിൽ നിന്നതായിരുന്നു. ജനങ്ങളെല്ലാം തന്നെ, ഈ പരിസരവാസികളെല്ലാം തന്നെ ഈ പ്രദേശത്ത് ഇപ്പോഴുണ്ട്, സമീപ പ്രദേശത്തുണ്ട്. 100ഓളം വരുന്ന ദൗത്യസേന റെഡിയായി കഴിഞ്ഞു. അവർ ആനയെ വെടിവെക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ സമയത്താണ് ആന ഇപ്പോൾ ആ വാഴത്തോട്ടത്തിൽ നിന്നും അല്പം പിന്നോട്ടേക്ക്, അതായത് അത് വന്ന ഭാഗത്തേക്ക് നീങ്ങിയിട്ടുള്ളത്. ദൗത്യസംഘം പോകുന്ന കാഴ്ചയാണ്, ആ വഴിക്ക് ആ ഭാഗത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫോറസ്റ്റ് ഓഫീസർ മരയ, സജ്ന കരീം, മാർട്ടിൻ റോബൻ എന്നിവരൊക്കെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഈ ഒരു മയക്കുവെടി വെക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പാടാക്കിയിട്ടുള്ളത്. 100-ലധികം പേർ ഉണ്ട് എന്നാണ്, ദൗത്യസംഘത്തിൽ 100-ലധികം പേർ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അജീഷിന്റെ നേതൃത്വത്തിലുള്ള വെറ്റിനറി സർജൻ, ഫോറസ്റ്റ് വെറ്റിനറി സർജൻ അജീഷിന്റെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘം ഇപ്പോൾ ആനയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ആനയ്ക്ക് മയക്കുവെടി വെക്കും. ആന നേരത്തെ ഇതുവരെ ആ വാഴത്തോപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് വന്ന ഭാഗത്തേക്ക് നീങ്ങി എന്നുള്ളത് കൊണ്ടാണ് ആ ഭാഗത്തേക്ക് ആളുകൾ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മയക്കുവെടി വെക്കും. നേരത്തെ തന്നെ മന്ത്രി എ കെ ശശീന്ദ്രൻ ഈ ഓർഡർ കൊടുത്ത വിവരം പറഞ്ഞിരുന്നു. ഇന്ന് മയക്കുവെടി വെക്കാനുള്ള ഓർഡർ സർക്കാർ നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരം പങ്കുവച്ചിരുന്നു. എന്തായാലും അല്പസമയത്തിനകം, അതായത് ഇരുട്ടുന്നതിന് മുൻപ് തന്നെ, രാത്രിക്ക് മുൻപ് തന്നെ മയക്കുവെടി വെക്കണം എന്നുള്ളത് തന്നെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നത്. അത് രാത്രിയായാൽ പിന്നീട് ദൗത്യം സങ്കീർണമായി മാറാൻ സാധ്യതയുണ്ട്. ഒന്ന്, നഗര പ്രദേശത്താണ് ഈ ഒരു ആന ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ, അത് മാത്രമല്ല ജനനിബിഡമായ ജനവാസ കേന്ദ്രം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഏറെ വൈകുന്തോറും പ്രശ്നം സങ്കീർണമായി കൊണ്ടിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ രാത്രിക്ക് മുൻപ് എത്രയും പെട്ടെന്ന് മയക്കുവെടി വെക്കാനുള്ള തീരുമാനത്തിലാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉള്ളത്. കീർത്തി, ജോഷ്ല, തുടരുക. 100-അംഗ ദൗത്യ സംഘമാണ് ഇപ്പോൾ ആനയെ മയക്കുവെടി വെക്കാനായി അവിടെ ഉള്ളത്.
സീനിയർ ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ അജീഷിന്റെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘമാണ് ആനയെ മയക്കുവെടി വെക്കാനായി അവിടെയുള്ളത്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. എത്രയും വേഗം നഗരത്തിലിറങ്ങിയ കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടുമെന്നാണ് വനം വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായതായും വനം വകുപ്പ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറെ നേരമായി വയനാട് മാനന്തവാടിയിൽ കാട്ടാനിറങ്ങി നടക്കുന്നു. ജനവാസ മേഖലയിലാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. വാഴത്തോപ്പുകളിലും അവിടുത്തെ വാഴയൊക്കെ നശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ മറ്റ് അക്രമ സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നത് നിലവിൽ ഈ ഒരു സമയത്ത് ആശ്വാസകരമായ കാര്യമാണ്. എങ്കിൽ പോലും ആന ഇതുവരെയും കാട് കയറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമങ്ങളാണ് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ തന്നെ അവിടെ പൂർത്തിയായിട്ടുണ്ട്. ജോഷില, ദൗത്യസംഘത്തിന് ആനയെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ? ദൗത്യസംഘത്തിന്റെ നിരീക്ഷണത്തിലാണോ ഇപ്പോൾ കാട്ടാനയുള്ളത്? കീർത്തി, ദൗത്യസംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് കാട്ടാനയുള്ളത്. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ ദൃശ്യം, ആനയുടെ ദൃശ്യം കിട്ടുമോ എന്നറിയില്ല. കാരണം നമുക്ക് അടുത്തേക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ്. ദൗത്യസംഘം 1 കിലോമീറ്റർ ദൂരത്തോളം ഇത് മയക്കുവെടിയേറ്റാൽ ഓടാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ അതിലധികം ദൂരം ഓടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതിനാൽ അത്രയേറെ സുരക്ഷയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൗത്യസംഘം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഒരു റെസ്ട്രിക്ഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിലപ്പുറം നമുക്ക് പോകാൻ സാധ്യമല്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ കൃത്യമായി ലഭ്യമാകാത്തത്. അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കൃത്യമായും ആനയെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് കുറച്ചുകൂടി ആ വാഴത്തോട്ടം കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ടേക്ക് നീങ്ങിയിരിക്കുന്നു. ഈ അല്പസമയം മുൻപാണ് അത് മുന്നോട്ടേക്ക് നീങ്ങിയിരിക്കുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അതിൻ്റെ സമീപത്ത് എത്തിയിരിക്കുകയാണ്. സമീപത്ത് തന്നെയാണുള്ളത്. അല്പസമയത്തിനകം തന്നെ മയക്കുവെടി വെക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാനാവുന്ന കാര്യം. എന്തായാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആനയുടെ സമീപത്ത് എത്തിക്കഴിഞ്ഞു.